വണ്ടി മരിച്ചു എന്നുള്ള കണ്ടീഷൻ തന്നെ, കെട്ടിത്തൂങ്ങി മരിച്ചു. ഇത്രയും ദിവസം ഈ വെയിലത്തും മഴയത്തും ഇവിടെ തന്നെയാണ്. പകൽ സമയത്ത് ഇവിടെ കാണും, രാത്രി സമയത്ത് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്ട എന്ന് പലരും എന്റെ സ്നേഹത്തോ. നിരത്തിൽ ഓടേണ്ട ഒരു വണ്ടി ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിട്ട് ഇപ്പം 8 ദിവസം കഴിയാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം അറിയായിരിക്കും. അപ്പം നമുക്ക് ഈ ഒരു വണ്ടി എടുത്ത് പട്ടിണിയിലായി പോയ, ജോലി ചെയ്യാൻ പറ്റാതായി പോയ ഈ ഒരു ചേട്ടന്റെ അഭിപ്രായങ്ങൾ കേൾക്കാം. എന്തുകൊണ്ടാണ് ഈ ചേട്ടൻ ഇങ്ങനെ തുടരുന്നതെന്ന് നോക്കാം. വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഞങ്ങളിവിടെ വരുന്നത്. അപ്പം ചേട്ടൻ ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്ന് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചേട്ടൻ ഈ ഒരു പ്രശ്നത്തിൽ ഇടപെടാൻ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. ശരിക്കുള്ള ചേട്ടൻ്റെ ആ ഒരു പ്രശ്നം ഒന്നുകൂടെ ഒന്ന് പറയാമോ? ശരിക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാനൊരു ജോലിക്ക് വേണ്ടി മേടിച്ചതാണ് ഈ കിടക്കുന്ന വണ്ടി. തട്ടാരമ്പലത്തുള്ള ഓലയുടെ ഷോറൂമിൽ നിന്ന് മേടിച്ചതാണ്. ഫെബ്രുവരി മാസം 1-ാം തീയതി മേടിച്ച വണ്ടി സ്ഥിരമായിട്ട് അങ്ങ് കംപ്ലൈൻറ്റ് വരുന്നു. അങ്ങനെ സ്ഥിരമായിട്ട് കംപ്ലൈൻറ്റ് വരുന്ന വണ്ടി ഞാൻ നവംബർ മാസം 14-ാം തീയതി അവിടെ കൊടുത്തിട്ട് 55 ദിവസം എടുത്ത് ഈ വണ്ടി അവർ കൃത്യമായിട്ടൊന്ന് ശരിയാക്കി തരാൻ. അത് കൃത്യമായിട്ട് ശരിയാക്കി തന്നു എന്ന് അവർ പറഞ്ഞു. പക്ഷേ ഇത് കൃത്യമായിട്ടല്ല അവർ ശരിയാക്കിയിരിക്കുന്നത്. അത് ഓടുന്ന വണ്ടി സ്ഥിരമായിട്ട് അങ്ങ് കംപ്ലൈൻറ്റ് വരുന്നു. കംപ്ലൈൻ്റ് ആയിട്ട് പോകുന്ന വഴിവെക്കിലൊക്കെ നിന്ന് പോവുകയാണ്. അങ്ങനെ ഡെലിവറി ജോലിക്ക് പോകാൻ കൃത്യമായിട്ട് എനിക്ക് പറ്റുന്നില്ലായിരുന്നു. ചേട്ടനെ സംബന്ധിച്ച് പറയണ, ചേട്ടന് പ്രത്യേകിച്ചായിട്ട് ആരുമില്ല. നമ്മളൊക്കെ തന്നെയാണ് ചേട്ടനെ സപ്പോർട്ട് ചെയ്യേണ്ടത്. ഈ ഒരു വിഷയത്തിൽ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ്. വിഷ്ണു ഒന്ന് പാൻ ചെയ്യാവുന്നുണ്ടെങ്കിൽ കാണാം. ഇവിടെ ഒരുപാട് പേര് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് ഈ ഒരു വിഷയം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ശരിക്കും നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണത്, നമ്മൾ ഇടപെടേണ്ട ഒരു കാര്യമാണ്. ഒരു സാധാരണക്കാരനൊരു ചേട്ടൻ, ഡെലിവറിക്ക് പോയിട്ട് ജീവിക്കുന്നൊരു ചേട്ടൻ, ആ ചേട്ടൻ്റെ ജീവിത പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഈ ഒരു സംഭവത്തിൽ നമ്മളെ പോലെ യുവാക്കൾ അല്ലെങ്കിൽ കാര്യങ്ങളായിട്ട് നമ്മൾ പ്രതിഷേധിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് കാര്യങ്ങൾ? അപ്പോൾ ചേട്ടന് ഈ ഒരു 45 ദിവസമായിട്ട് ഈ വണ്ടി ഇങ്ങനെ, അല്ല 55 ദിവസമായിട്ട് 55 ദിവസമായിട്ട് തട്ടാരമ്പലം ഷോറൂമിൽ കിടന്നായിരുന്നു. അവർ കൃത്യമായിട്ട് പരിഹരിച്ചു തന്നില്ല. അതുകൊണ്ടാണ് വീണ്ടും ഈ വണ്ടി കംപ്ലൈൻ്റ് ആകുന്നത്. വീണ്ടും കംപ്ലൈൻ്റ് ആയി ഈ വണ്ടി ഞാൻ പല തവണയായിട്ട് സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയിട്ട് അവർ ശരിയാക്കിയെന്നും പറഞ്ഞു വരും. കുറച്ച് കിലോമീറ്റർ ഓടുമ്പോൾ വണ്ടി അങ്ങ് നിന്ന് പോവുക. ഡെലിവറിക്ക് പല ദൂര യാത്രകളിലൊക്കെ പോകുമ്പോഴായിരിക്കും വണ്ടി ഓഫായി പോകുന്നത്. പിന്നെ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഓണാക്കി കൊണ്ടുവരുന്നത്. അത് വരുന്ന വഴിക്കെല്ലാം വീണ്ടും ഓഫാവും. അങ്ങനത്തെ ഒരു പ്രശ്നമാണ് ഇപ്പം നേരിടുന്നത്. ഇപ്പോഴത്തെ കണ്ടീഷൻ വണ്ടി മരിച്ചു എന്നുള്ള കണ്ടീഷൻ തന്നെ, കെട്ടിത്തൂങ്ങി മരിച്ചു. എന്നാലും EMI കുറവൊന്നുമില്ല. EMI ഇതുണ്ട്, ഞാൻ കാണിക്കാം. ഇപ്പം ഈ കെട്ടിത്തൂങ്ങി മരിച്ച് ഡെഡായ വണ്ടിയുടെ EMI ഞാൻ അടയ്ക്കണം. അതെ, മുടങ്ങിയതിൻ്റെ ഇതാണ് കാണിക്കുന്നത്. EMI വണ്ടി ഓടാത്തതിൻ്റെ EMI ഞാൻ ഇപ്പോഴും അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ മാത്രമല്ല, അനവധി ആൾക്കാർ സർവീസ് സെൻ്ററുകളിൽ കിടക്കുന്ന വാഹനത്തിന് ഇപ്പോഴും EMI അടച്ചുകൊണ്ടിരിക്കുക. വർഷങ്ങളായിട്ട് സർവീസ് സെൻ്ററുകളിൽ കിടക്കുക ഓലയുടെ വാഹനം. കൃത്യമായിട്ട് ഒരു സർവീസ് അവർ പ്രോപ്പറായിട്ട് തരുന്നില്ല. അന്നേരം ഈ ഒരു വിഷയത്തിൽ ഗവൺമെൻറ് ഇടപെടണമെന്നാണ് എൻ്റെ ആവശ്യം. എൻ്റെ ആവശ്യം മാത്രമല്ല, ഇവിടെ ഓലയെടുത്ത് പെട്ടിരിക്കുന്ന നിരവധി ജനങ്ങളുടെ ആവശ്യം. അല്ല, ഗവൺമെന്റ് അംഗീകാരമുള്ള കമ്പനി ആണെങ്കിൽ ഗവൺമെന്റ് അത് ശക്തമായ നടപടിയെടുക്കണം. കമ്പനികൾ വരുമ്പോൾ നമുക്ക് ചേട്ടാ, വലിയ കമ്പനികൾ വരുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണക്കാർക്ക് അതിനകത്ത് നീതി നടപ്പാക്കി കിട്ടുന്നില്ല. പുള്ളിക്കാരൻ ഇപ്പം 8 ദിവസമായിട്ട് ഇവിടെ സമരം, ഞങ്ങളൊക്കെ വീഡിയോ കണ്ടിട്ട് വന്നവരാ. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നമ്മൾ പൊതുജനങ്ങൾ ഇടപെട്ടാലല്ലേ ആൾക്കാർക്ക് ഒരു ഇത് കിട്ടും. അല്ല, പൊതുജനങ്ങൾ ഇടപെടുകയും വേണം, ഗവൺമെന്റ് ശക്തമായിട്ട് ഇടപെടണം. ഗവൺമെന്റ് ഇടപെട്ട് ആ കമ്പനിക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം. അത് ഇദ്ദേഹത്തിന് എത്രത്തോളം നഷ്ടം ഉണ്ടായിട്ടുണ്ട്, ആ നഷ്ടം ഗവൺമെന്റായിട്ട് നികത്തി കൊടുക്കണം. ആ കമ്പനിയെ കൊണ്ട് നികത്തി കൊടുപ്പിക്കണം. ഇല്ലെങ്കിൽ ആ കമ്പനി അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് ഗവൺമെന്റ് ഇടണം. അതാ ഗവൺമെന്റ് ചെയ്യേണ്ടത്. ഇപ്പം പുള്ളിക്കാരന് ജോലിയില്ല, പക്ഷേ EMI അടയ്ക്കണം എന്നുള്ള അവസ്ഥയിലാണ് പുള്ളി നിൽക്കുന്നത്. ജോലിക്ക് എങ്ങനെ പോകാൻ പറ്റും? ഇതുകൊണ്ടല്ലേ ജോലിക്ക് പോകാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ടല്ലേ EMI അടയ്ക്കാൻ പറ്റുള്ളൂ. ഇതുമില്ല, EMI അടയ്ക്കണം. പുള്ളി ആകപ്പാടെ പെട്ട അവസ്ഥ. എത്ര രൂപ? 3600 വീതം 4 വർഷം ആണ് ഇതിന്റെ EMI. അഡ്വാൻസ് ആദ്യം എത്ര കൊടുത്തു? 42,000 രൂപ കൊടുത്തു. 42,000 രൂപ ഇത്രയും നാളുള്ള പലിശ താങ്കൾക്ക് തരണം. അതെ, അതിനുള്ള താങ്കൾ കോർട്ടിൽ പോയി കേസ് ഫയൽ ചെയ്യണം. ഓൾറെഡി കൺസ്യൂമർ കോടതി കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാലതാമസം എടുക്കും. മാത്രമല്ല ഈ കമ്പനി അപ്പീൽ പോയിട്ട് നമ്മളെ കുറേ ഇട്ട് ഇതുപോലെ ഓടിപ്പിക്കും. മാത്രമല്ല, എനിക്ക് ആ സമയത്ത് ജോലിക്ക് പോകാൻ കഴിയില്ലല്ലോ. ഈ ഒരു കോടതി വഴിയല്ലേ പോകുന്നത്. അതെ, ഇത്രയും നാളത്തെ നമ്മുടെ ജോലിക്ക് പോകാത്തതിന്റെ എക്സ്പെൻസ് ഇതെല്ലാം കമ്പനി തരത്തക്ക രീതിയിൽ സംസാരിക്കണം. അതിൽ അങ്ങനെയുള്ള നല്ല വക്കീലിനെ വെച്ച് കേസ് പറഞ്ഞിട്ട് വേണം ചെയ്യാൻ. അല്ല, ഇങ്ങനെയുള്ള ഒരു സംവിധാനം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ? സാധാരണക്കാരെ സംബന്ധിച്ചൊരു വക്കീലിനെ വെക്കുക, വാദിക്കാന്നൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്. പക്ഷെ ഇദ്ദേഹത്തിന് നീതി കിട്ടണ്ടായോ? ഇദ്ദേഹത്തിന് നീതി കിട്ടുക, അല്ലെങ്കിൽ നമ്മൾ വേറെ ആരെങ്കിലും ഏറ്റെടുക്കണോ? ഇത് ഗവൺമെന്റ് വക്കീൽ എന്ന് പറയുന്നത് എന്തിനാ? സാധാരണക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. വേറെ കാശ് കൊടുത്ത് വക്കീലിനെ വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഗവൺമെന്റ് വക്കീലിനെ വെക്കണം. ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യണം. ചെയ്താൽ അത് ചെയ്യേണ്ടത്.
ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്ത് ഗവൺമെന്റ് വക്കീൽ വെച്ച് ഗവൺമെന്റ് ആയിട്ട് വാദിച്ച് കമ്പനിയെ പൂട്ടിക്കണം. അതുപോലെ ഇദ്ദേഹം ആദ്യം അടച്ച 42,000 രൂപയുടെ ഇത്രയും നാളത്തെ പലിശ അദ്ദേഹത്തിന് കൊടുക്കണം. അതാണ് ജോലിക്ക് പോകാത്തതും ജോലിക്ക് പോകാത്തത്. നാളുകൊണ്ട് ജോലിക്ക് പോകുന്നില്ല. അതെല്ലാം അദ്ദേഹം ആ കൈകാര്യം ജോലിക്ക് ചെയ്യണം. പോകുന്ന ആ എക്സ്പെൻസ് കമ്പനി ആരും കൈകാര്യം ഒരു ചെയ്യണം. കുടുംബം പോറ്റാനുള്ള ഇല്ലയോ, ഒരു ചെറുപ്പക്കാരനല്ലയോ? അതൊക്കെ ആരാണ് നോക്കുന്നത്? കോടതി വഴി അങ്ങനെ പോകണമെന്നാ പറഞ്ഞത്. അങ്ങനെ തന്നെ മൂവ് ചെയ്യണം. ഇനി അതാ വേണ്ടത്. ഈ ഒരു സമരത്തിന്, ചേട്ടൻ്റെ ഈ ഒരു കഷ്ടപ്പാടിന് നാട്ടിലെ എല്ലാവരും, അതായത് നമ്മളെ പോലുള്ള എല്ലാ യുവാക്കളും അല്ലെങ്കിൽ നാട്ടിലെ എല്ലാ നല്ലവരായ ആൾക്കാരും സപ്പോർട്ടുണ്ട്. എല്ലാവരുടെയും സപ്പോർട്ടുണ്ട്. എല്ലാവരും അതിന് വേണ്ടിയിട്ട് ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു ജനവികാരം കൂടെയാണ്. ചേട്ടനെ ആരെങ്കിലും അല്ലാതെ വേറെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നോ? മീൻസ് ഇച്ചിരി ഇല്ല, അങ്ങനെ ഈ ജനങ്ങളെല്ലാം നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തൊരു കാര്യം ഉണ്ടായാലും അവരുണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. പലരും ഫുഡൊക്കെ എനിക്ക് കൊണ്ടുതരാറുണ്ട്. അങ്ങനെ കഴിച്ചിട്ടാണ് ഞാനിവിടെ ആഹാരമൊക്കെ അങ്ങനെയാണ് കഴിക്കുന്നത്. ഇത്രയും ദിവസം ഈ വെയിലത്തും മഴയത്തും ഒക്കെ ഇവിടെ തന്നെയാണ്. പകൽ സമയത്ത് ഇവിടെ കാണും, രാത്രി സമയത്ത് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട എന്ന് പലരും എൻ്റെ സ്നേഹത്തോടെ പറഞ്ഞിട്ടുണ്ട്. ചേട്ടാ, ഈ ആരുടെയും സഹായം കൊണ്ടാണോ അതോ ആരെങ്കിലും പൈസ തന്നിട്ടാണോ? ചേട്ടൻ്റെ പൈസ കൊണ്ടാണോ ഈ ക്രെയിനൊക്കെ റെന്റ്? അല്ലല്ല, ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ അവസ്ഥ കണ്ടിട്ട് പുള്ളിക്കാരനാണെങ്കിൽ എന്നെ സഹായിച്ചാണ്. പലരും പറയാറുണ്ട് അങ്ങനെ പലരും കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഞാനിത് വേറെ കമ്പനികളിൽ നിന്നൊക്കെ പൈസ മേടിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്, വേറെ ഇലക്ട്രിക് കമ്പനികളിൽ നിന്ന് പൈസ മേടിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെയല്ല, നിങ്ങൾക്ക് ഈ ഓച്ചിറ ഭാഗത്ത് വരുമ്പോൾ കാണാൻ പറ്റും, ഇവിടെയൊക്കെ ഒത്തിരി ക്രെയിനൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. അങ്ങനെ ഈ ക്രെയിൻ ഉള്ള ഉടമസ്ഥൻ എന്നെ സഹായിച്ചതാണ് എൻ്റെ അവസ്ഥ കണ്ടിട്ട്. വണ്ടിയുടെ അവസ്ഥ അതാണ്, കെട്ടിത്തൂങ്ങി ചത്തു എന്നുള്ള അവസ്ഥ. വണ്ടിയുടെ അവസ്ഥ അത് തന്നെയാണ്, കെട്ടിത്തൂങ്ങി ചത്തു എന്നുള്ള അവസ്ഥയിൽ തന്നെയാണ് വണ്ടി ഇപ്പോൾ. നമസ്കാരം പ്രിയമുള്ളവരെ, ഒരു ചെറുപ്പക്കാരൻ അയാളുടെ ജീവനോപാധി എന്നുള്ള നിലയിൽ ഒരു വാഹനം വാങ്ങുന്നു. സ്വിഗ്ഗിയിൽ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട വിഷ്ണു 2025 ജനുവരിയിൽ ഒരു വാഹനം പർച്ചേസ് ചെയ്തു. ആ വാഹനം പർച്ചേസ് ചെയ്തതിന് ശേഷം പിന്നീട് നവംബർ മാസത്തിൽ തട്ടാരമ്പലത്തിലുള്ള ഷോറൂമിലേക്ക് കംപ്ലൈൻറ്റുമായി ചെല്ലുന്നു. അതിൻ്റെ സോഫ്റ്റ്വെയർ കംപ്ലൈൻ്റ് ആണ് എന്ന് കമ്പനി തിരിച്ചറിയുന്നു, അല്ലെങ്കിൽ കമ്പനിയുടെ അംഗീകൃതരായിട്ടുള്ള ഓട്ടോമൊബൈൽ ഷോറൂമുകാർ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തന്നെ അത് നന്നാക്കി കൊടുക്കാം എന്ന് വാറണ്ടിയുടെ അടിസ്ഥാനത്തിൽ അവർ പറയുകയുണ്ടായി. എന്നാൽ തുടർന്ന് ഇങ്ങോട്ട് 45 ദിവസക്കാലമായി ആ വാഹനം തിരികെ കൊടുക്കുവാനോ കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറയുവാനോ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം, ആ ചെറുപ്പക്കാരൻ സമരം ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ആഹാര വിതരണ ശൃംഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്വിഗ്ഗിയുടെ ഒരു ജീവനക്കാരൻ 10 കിലോമീറ്റർ എങ്കിൽ 10 കിലോമീറ്ററിൽ ഒരു ഫുഡ് ഡെലിവറി നടത്തുന്ന ഒരു ചെറുപ്പക്കാരന് കൃത്യസമയത്ത് ആ ഡെലിവറി നടത്താൻ കഴിയാതെ വന്നാൽ അയാളുടെ ജീവനോപാധിയെ തന്നെ ബാധിക്കുകയും അതുപോലെ തൊഴിലിനെ അത് കൃത്യമായി അഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് കമ്പനിയുടെ ഭാഗത്തുനിന്ന് പ്രഷർ ഉണ്ടാകുന്നു, കസ്റ്റമറിൻ്റെ ഭാഗത്തുനിന്ന് പ്രശ്നമുണ്ടെന്ന്. ധർമ്മസങ്കടത്തിലായ ചെറുപ്പക്കാരൻ തെരുവിലേക്ക് ഇറങ്ങുന്നു. ഈ ഓലയുടെ വാഹനത്തിൻ്റെ മെയിൻ്റനൻസിൽ ഈ കമ്പനിയുടെ ഭാഗത്തുള്ള വീഴ്ചയിൽ നിന്നും നീതി ലഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് 45 ദിവസത്തിലധികം സമരം നടത്തുന്നു. സമരത്തിൻ്റെ 2ാം ഘട്ടം എന്നുള്ള നിലയിൽ പിന്നീടും ഈ കമ്പനിയെ സമീപിച്ചെങ്കിലും കൃത്യമായ ഒരു മറുപടി അല്ലെങ്കിൽ ആശ്വാസകരമായിട്ടുള്ള ഒരു മറുപടിയോ തീരുമാനമോ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. തുടർന്ന് കരുനാഗപ്പള്ളി പുത്തൻതെരുവിലുള്ള ഷോറൂമിലേക്ക് ചെല്ലുന്നു. ആ ചെറുപ്പക്കാരൻ പിന്നീട് അവിടെ നിന്നും അവരുടെ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ വാഹനം ശരിയാക്കി കൊടുത്തു എന്ന് പറഞ്ഞു. പക്ഷേ കൃത്യം 2ാമത്തെ ദിവസം മുതൽ വീണ്ടും ഈ BMS എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബൈക്ക് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന അതിൻ്റെ ഇൻ്റഗ്രേറ്റഡ് സോഫ്റ്റ്വെയർ കംപ്ലൈൻ്റ് ആകുന്നു. ഇന്നും ആ ചെറുപ്പക്കാരൻ കൃത്യമായ ഒരു ഉത്തരം ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തതിനാൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത്, നാട്ടുകാരൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് പറയുവാനുള്ളത്, ഈ ചെറുപ്പക്കാരന് നീതി ലഭിക്കണം. അദ്ദേഹം ഇന്ന് ഇവിടെ ഈ ഹൈവേയുടെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ കഴിയാവുന്നതാണ്, ഇവിടെ ഭിക്ഷ യാചിക്കുകയാണ് ആ ചെറുപ്പക്കാരൻ. തൻ്റെ ഉപജീവന ഉപാധി എന്നുള്ള നിലയിൽ ആ ആഹാര വിതരണ ശൃംഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇവിടെ ഭിക്ഷ യാചിക്കുന്ന വളരെ ദൈന്യതയാർന്ന ഒരു കാഴ്ച നമുക്ക് ഇന്ന് ഇവിടെ കാണാൻ കഴിയും. അതുകൊണ്ട് കൃത്യമായി ബന്ധപ്പെട്ട അധികാരികൾ ഇതിനകത്തിൽ ഇടപെടണം. ബന്ധപ്പെട്ട ലീഗൽ അതോറിറ്റികൾ ഒരു മാനുഷിക പരിഗണന കൊടുത്തുകൊണ്ട് മനുഷ്യാവകാശ സംരക്ഷണം എന്നുള്ള നിലയിൽ ഈ വിഷയത്തെ കാണണം. ആ ചെറുപ്പക്കാരന് നീതി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മുഴുവൻ പിന്തുണയും എല്ലാ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്.